നന്ദിനി, ഈ സ്വീറ്റ്സ് ഒരെണ്ണം എടുത്ത് എന്റെ വായിലേക്ക് വെച്ച. അതെ അതെ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അതെ ഇന്ദ്രജ, എന്നെ കൂടെ കൊണ്ടുപോ. എല്ലാം കഴിഞ്ഞപ്പോ ആർക്കും എന്നെ വേണ്ട. ഓ, അങ്ങനെ തൽക്കാലം നമ്മുടെ മാർഗദർശനങ്ങളൊക്കെ കൈയൊഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സാറേ, അത് കഴിഞ്ഞ് എന്താണ് സാറേ പരിപാടി? അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ കുറെ പടക്കമൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ, അതങ്ങെടുത്ത് ടപ്പ ടപ്പയെന്ന് പൊട്ടിക്കണം. അടിപൊളി സാർ, അടിപൊളി അടിപൊളി. അല്ലേ പിച്ചു? അതേട്ടാ, നമുക്ക് എല്ലാം പൊട്ടിക്കണം. ആഹാ, കാർത്തു, കാർത്തുവിന്റെ ശരിക്കുള്ള വാശി ഇപ്പോഴാ കാണട്ടെ. എന്റെ ചേച്ചി ഒരു തീരുമാനം പറഞ്ഞാലേ പിന്നെ അതിൽ മാറ്റമൊന്നുമില്ല ഏട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാം. പൊട്ടട്ടെ പൊട്ടട്ടെ, നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് നെഞ്ചി കിടന്ന തന്നെ എല്ലാ പടക്കങ്ങളും പൊട്ടട്ടെ. അല്ലേ അച്ഛാ? അതേടാ. സാധാരണ നീ വാശി കാണിക്കുമ്പോ നിന്നെ അല്പം പുറകിലോട്ട് വലിക്കുന്ന എനിക്കൊരു ശീലാണ്. പക്ഷേ ഇതങ്ങനെ പോരാ, നമുക്ക് പൊട്ടിക്കാടാ. അത് കറക്റ്റ്, അത് കറക്റ്റ് സാറ് പറഞ്ഞു. സാറിന് വേണ്ടേ? സാറിന് സാറേ, ഈ പടക്കം പൊട്ടിക്കും. എനിക്ക് പേടിയാ. നല്ല കാര്യായി. കഷ്ടം. അച്ഛന് പേടിയാ. എന്നാ പിന്നെ നന്ദിനി ചെല്ലു. അയ്യോ, ഞാനില്ല. നിനക്കും പേടിയാ? താൻ ഒറ്റയ്ക്കല്ല ഇപ്പൊ പൊട്ടിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാം. വാ, എനിക്ക് പേടിയാ സർ. കത്തിക്ക്. വേണ്ട സർ, വന്നേ പിടിക്ക്, പേടിക്കണ്ടെന്ന്. അങ്ങോട്ട് കത്തിച്ചെറി. കത്തിച്ചേ. അത് പൊട്ടി കലക്കി. പേടിച്ചു. എടാ ഇങ്ങോട്ട് വാടോ. എനിക്കിത് പൊട്ടിക്കുന്നോട് വരാനല്ലോ. ഇങ്ങോട്ട് വന്നേ. പിടിക്ക്. അതെ, എതിർ ടീം മോളിൽ നിൽക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ നിന്ന് തീ കൊടുക്കണം. വാ, അല്ലെങ്കിൽ എന്റെ പെണ്ണിന് അത് തോൽവിയാ. വാടോ. പറഞ്ഞ എന്നെ കൊമ്പത്ത് കേട്ടില്ല സർ, എനിക്ക് പേടിയാ. നോക്കുമ്പോളെ അങ്ങോട്ട് നോക്ക്. മമ്മി, നടക്കട്ടെ. ചേച്ചിക്ക് പേടിയൊന്നുമല്ല, ഇത് കരുതി കൂട്ടി ചെയ്തതാ. ഇത് കുറച്ച് ഓവറാ.
ഇങ്ങോട്ടോ അയ്യോ അങ്ങനെ അതും പൊട്ടി ഹാപ്പി ഏയ്, happy വിഷു വിഷു. ഹാപ്പി വിഷു മുത്തശ്ശി നമ്മുടെ സന്തോഷം തിരിച്ചു വന്ന വരവ് കണ്ടോ? എന്റെ മോൻ വിചാരിച്ച എന്താ നടക്കാത്തെ? ആ